നമസ്തേ, ഞാൻ ലിയോ. ABC Cargo പ്രവാസികൾ പറയട്ടെ പവേർഡ് ബൈ സോൾസ് ഗ്ലോബൽ LLC, സെലിബ്രേറ്റഡ് ബൈ ലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഹൈലൈറ്റഡ് ബൈ സ്റ്റേജ് UAE, ഇൻസ്പയർഡ് ബൈ സെലസ്റ്റിയൽ ടെക്നിക്കൽ സർവീസ്, എനർജൈസ്ഡ് ബൈ ക്യാപിറ്റൽ എമിറേറ്റ്സ്. തത്സമയ സംവാദ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അറബ് ഐക്യനാടുകൾ അഥവാ UAE എന്ന കൊച്ചു രാജ്യം ലോകത്തിനാകെ മാതൃകയാണ്. മണൽക്കാട് എന്ന നിലയിൽ നിന്നും വികസനത്തിൻ്റെ ഉദാത്ത മാതൃകയായി ചുരുങ്ങിയ കാലം കൊണ്ട് വളർന്ന രാജ്യം. UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനും ദുബായ് മുൻ ഭരണാധികാരി ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂമിൻ്റെയും ഭരണപാഠവും ദീർഘവീക്ഷണവും വികസന മുന്നേറ്റത്തിന് തുടക്കമിട്ടു, അടിസ്ഥാനമിട്ടു. പിന്നീട് ഇങ്ങോട്ട് കുതിക്കുകയായിരുന്നു ഈ രാജ്യം. നിലവിലെ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അബുദാബി കിരീടാവകാശിയും UAE ഉപസർവ്വസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുടെ നേതൃത്വത്തിൽ രാജ്യം ഇന്നും മുന്നേറ്റം തുടരുകയാണ്. പ്രതിസന്ധികളെ വെല്ലുവിളികളായി കണ്ട് സ്രോതസ്സുകൾ രാജ്യപുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. വികസനം എന്ന് പറഞ്ഞാൽ അതിനൂതന സാങ്കേതികവിദ്യ എല്ലായിടത്തും, എന്നാൽ പരിസ്ഥിതിയെ പരമാവധി സംരക്ഷിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നു. പാരമ്പര്യത്തെ മറക്കുകയും ചെയ്യുന്നില്ല ഈ രാജ്യം. കൊറോണ എന്ന വെല്ലുവിളി ലോകത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് ശക്തമായി മുന്നോട്ട് പോയപ്പോൾ മഹാമാരി മുട്ടുമടക്കി. നിലവിലെ രാജ്യത്തെ സാഹചര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധരാണ് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അൽ ഖാസ്മി ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗ മേധാവി ഡോക്ടർ സതീഷ് കൃഷ്ണൻ, ദുബായിലെ സ്വാസ്ഥ്യ ആയുർവേദ ക്ലിനിക്കിലെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ മേനൻ, ഷാർജ ആസ്റ്റർ ക്ലിനിക്കിലെ സ്പെഷ്യലിസ്റ്റ് ഫിസിഷ്യൻ ഡോക്ടർ എബി എബ്രഹാം, മുസഫ അഹല്യ ആശുപത്രിയിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ചന്ദ്രസേനൻ. ഏവർക്കും സ്വാഗതം പ്രവാസികൾ പറയട്ടയിലേക്ക്. ആദ്യം ഡോക്ടർ സതീഷ് കൃഷ്ണൻ, വളരെ കൃത്യമായ നടപടികളിലൂടെ, അത് ഒരു ഫീൽഡ് ഒന്നല്ല നിരവധി ഫീൽഡ് ആശുപത്രികൾ സെറ്റപ്പ് ചെയ്യുന്നതാണെങ്കിൽ തന്നെയും, പരിശോധനകൾ വ്യാപകമാക്കുന്നതിനാണെങ്കിൽ തന്നെയും, കൃത്യമായ ചികിത്സ എല്ലായിടത്തേക്കും എത്തിക്കുന്നതിലാണെങ്കിൽ തന്നെയും വളരെ മികച്ച രീതിയിലാണ് UAE മുന്നോട്ട് പോയത്. അതിന് ഫലവും കണ്ടു, രോഗവ്യാപനം പിടിച്ചുകെട്ടി. എന്നാൽ ഇപ്പോൾ അവിടെ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഒരല്പം രോഗവ്യാപനം വീണ്ടും കൂടുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയ്ക്ക് വകയുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം സർ? നമസ്കാരം എല്ലാവർക്കും. താങ്കൾ പറഞ്ഞ പോലെ തന്നെ UAE ഒരു മാതൃക രാജ്യമാണ്. മാതൃക രീതിയിലാണ് ഈ കോവിഡ് മഹാമാരിയെ നേരിട്ടത്. ഫീൽഡ് ആശുപത്രികൾ സെറ്റപ്പ് ചെയ്യുന്നതിലാണെങ്കിലും, കോർഡിനേറ്റഡ് ആശുപത്രികളിൽ രോഗികൾ വരുന്നതനുസരിച്ച് ബെഡ് ഇല്ലെങ്കിൽ ബെഡ് ഉണ്ടാക്കി ഹെലികോപ്റ്റർ വഴി ഫ്ലൈ ചെയ്യുന്നതും, എക്മോ എന്ന് പറഞ്ഞൊരു മെഷീനിൽ ഇടുന്നതിലും ഒക്കെ മുൻപന്തിയിൽ നിന്ന ഒരു രാജ്യമാണ്. അതെല്ലാം ഫ്രീ ആയിട്ട് തന്നെ ചെയ്തതാണ്. പിന്നെ ആദ്യഘട്ടത്തിൽ രോഗികൾ വന്നതിൽ അവരെയൊക്കെ 3 സ്റ്റാർ 4 സ്റ്റാർ ഈവൻ 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിപ്പിച്ച് സൗജന്യമായി ട്രീറ്റ്മെന്റ്, ഫുഡ്, ലോണ്ടറി സർവീസസ് വരെ ചെയ്ത ഒരു രാജ്യമാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയത്, ഇനീഷ്യലി ഉണ്ടാക്കിയ ഫീൽഡ് ഹോസ്പിറ്റൽസ് ഒക്കെ ക്ലോസ് ഡൗൺ ചെയ്തു. ബിക്കോസ് രോഗത്തിന്റെ വ്യാപനം കുറഞ്ഞു വന്നതിൽ ഇപ്പം സെക്കൻഡ് വേവ് അല്ലെങ്കിൽ വീണ്ടും കുറച്ച് കൂടി വരുന്നതിൻ്റെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ. അതിൻ്റെ ഒരു കാരണം ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മളുടെ കുറഞ്ഞതിലാണ്. നമ്മളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കുറഞ്ഞ് നമ്മളൊരു വി ഹാവ് ടേക്കൺ സോർട്ട് ഓഫ് എ ബ്രേക്ക് ഓർ ലെറ്റ് ഡൗൺ അവർ ഗാർഡ്. നമ്മൾ അത്രയും ജാഗരൂകല്ല ഇപ്പം, അറ്റ്ലീസ്റ്റ് ചിലവരെങ്കിലും. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് കുറേ ഇത് വന്നത്. പിന്നെ ഒരു കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്, ഈ രാജ്യം ടെസ്റ്റിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പം കൺട്രി വൈഡ് ടെസ്റ്റിംഗ് ഫ്രീ ആണ്. എനിബഡി ക്യാൻ വാക്ക് ഇൻ. നമ്മളുടെ എമിറേറ്റ്സ് ID കാണിച്ചാൽ മതി, ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് കിട്ടും. അത് ഒരു വീണ്ടും ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും വ്യാപകമായി ടെസ്റ്റിംഗ് നടത്തുമ്പം ഡെഫിനറ്റ്ലി കേസസ് എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലത്തെ സീരിയസ് പേഷ്യൻസ് കാണുന്നില്ല. ICU വേണ്ട പേഷ്യൻസ് അത്രയും കാണുന്നില്ല. മരണസംഖ്യയും ലോകത്തിനെ കമ്പയർ ചെയ്യുമ്പം വളരെ കുറവാണ് UAE. ആശങ്ക വേണം, ജാഗ്രത വേണം. നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മളുടെ കർത്തവ്യങ്ങൾ എന്ത് ചെയ്യണം ആസ് എ
ആസ് എ സിറ്റിസൺ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ ജാഗരൂകരായാലേ നമുക്ക് ഈ സെക്കൻഡ് വേവിനെ ഒന്ന് തടയാൻ പറ്റുള്ളൂ. യെസ്, തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും, എനിക്ക് തോന്നുന്നു നിയന്ത്രണങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അത് കൃത്യമായി പാലിക്കുന്നതിലാണ് ജനങ്ങളുടെ പങ്കാണ് ഏറ്റവും സുപ്രധാനം എന്ന് തോന്നുന്നു. ഈ മഹാമാരിയെ പിടിച്ചു കെട്ടുക എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവർ എത്രത്തോളം ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ എബി എബ്രഹാം ഈ ഒരു വിഷയത്തിൽ ജനങ്ങളുമായി അടുത്തിടപഴകുകയും അവരെ ചികിത്സിക്കുകയും അദ്ദേഹത്തിന് തന്നെ രോഗം ബാധിക്കുകയും പിന്നീട് ഇപ്പോൾ നെഗറ്റീവ് ആയി വീണ്ടും കർമ്മനിരതനാവുകയും ചെയ്ത ഡോക്ടറാണ്. ഡോക്ടർ എബി, ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഡോക്ടർ സതീഷ് സൂചിപ്പിച്ച പോലെ ജനങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. അവർ ഓരോരുത്തരും ഏത് രീതിയിലാണ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് നമ്മൾ പല കാര്യങ്ങളിലും പറയുന്നത് പോലെ ഈ ബേസിക് പ്രിൻസിപ്പിൾ ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നു പോകുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടും. അതല്ലേ നമ്മൾ ഇവിടെ വീണ്ടും ഓർമ്മിക്കേണ്ടത്? താങ്ക് യു. ഞാൻ കൊറോണ നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ക്ലിനിക്കിലെ ടെസ്റ്റിംഗ് സെന്ററാണ്. പിന്നെ അവിടെ ദിവസവും ഒരു 40 to 50 പേഷ്യൻസ് ടെസ്റ്റിങ്ങിന് വരുന്നുണ്ട്. അതിനകത്ത് ഇപ്പം ചില പോസിറ്റീവ് കേസസ് ഇപ്പം കൂടുതൽ കാണുന്നുണ്ട്, അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ ഐ തിങ്ക് വി സ്റ്റിൽ ഹാവ് ടു സ്റ്റേ പോസിറ്റീവ് ബിക്കോസ് ദി നമ്പർ ഓഫ് കോംപ്ലിക്കേഷൻസ് ഇപ്പം നേരത്തെ നിന്നൊക്കെ ഒത്തിരി കുറവാണ്. So we don't see that bad pneumonia cases and high fever cases now. ഇപ്പം പലരും ചെക്കിങ്ങിന് വരുന്നത് ബിക്കോസ് ഓഫ് വേരിയസ് അതർ റീസൺസ്. ട്രാവലിങ്ങിന് വേണ്ടിയാണ്, ചിലപ്പം ജോബിന് വേണ്ടിയാണ്, ചിലപ്പം കളീഗ്സിന് പോസിറ്റീവ് ആയതുകൊണ്ട് ചെക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. എനിവേ, നമുക്കിപ്പം വാട്ട് ക്യാൻ എ പേഴ്സൺ ഡു, ബിക്കോസ് ദർ ഇസ് നോ സ്പെസിഫിക് മെഡിസിൻ ഫോർ ദിസ്. വാട്ട് ഡു വി നീഡ് ടു ഡു? സോ അത് വളരെ ക്ലിയർ ഗൈഡ് ലൈൻസ് ഫ്രം ദ WHO ആൻഡ് ഫ്രം ദി DHA ഉണ്ട്. And it is always, it's all over the media and everybody is repeatedly saying it. The government in the catch line, then we are all responsible now. There's nobody who can say, I don't need to take care, because anybody can get infected. I also got infected, and it is our responsibility not to catch the infection again, also to keep ourselves safe from others and protect others from getting it from us. അപ്പം ഇതിനകത്ത് ചില ഗൈഡൻസസ് ഉണ്ട്. സിമ്പിൾ ആണ്, എവ്രി വൺ നോസ് ഇറ്റ്, ബട്ട് ഇറ്റ്സ് പ്രോബ്ലി വർത്ത് റിപ്പീറ്റിംഗ്. സ്റ്റേയിങ് ഹോം ഇസ് വൺ ഓഫ് ദി മേജർ തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു ആസ് മച്ച് ആസ് പോസിബിൾ. പിന്നെ റെഗുലർലി ആൻഡ് thoroughly വാഷിംഗ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ഫോർ എ മിനിമം ഓഫ് 20 seconds, or sanitizing them with an alcohol-based hand rub very frequently. And this is available left, right, and center wherever we go. Avoiding touching your eyes and mouth and nose with unwashed hands, especially after going out. Maintaining a minimum 2-meter distance as much as possible with anyone who is with other people, and anyone who is especially respiratory symptom like coughing or sneezing. In a good respiratory hygiene, that means covering the nose and mouth, and coughing and if you have to cough into the inner part of your elbow or a tissue, and using PPEs as much as possible in healthcare settings, and generally maintaining your health with good exercise and adequate sleep, and monitoring yourself for any symptoms if you have, and be alert. And there's a lot of government instructions from this. It's all over the net. So ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ we can protect ourselves and prevent it from spreading to others. And the message should be that we can take care of this pandemic, and we should, and it is our responsibility, it is everyone's responsibility to follow these simple steps and keep ourselves safe, and the safety of our near and dear ones as well as our colleagues. From jolly cheyada patatilla, people cannot sit at home all the time, so we have to take precautions and work. And I think that's the way forward till we get some medication or a vaccine, which is the possibility in a few months, hopefully. Yes, തീർച്ചയായിട്ടും അത്തരത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ, മുസഫ അഹല്യ ആശുപത്രിയിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റാണ് ഡോക്ടർ ചന്ദ്രസേനൻ. ഡോക്ടർ, ഈ ഒരു വിഷയത്തിൽ നമുക്ക് നോക്കുമ്പോൾ കുറേയേറെ ആദ്യമൊക്കെ കേട്ടത് ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വൈറസ് അല്ല, നമുക്ക് കൈ കഴുകിയും മാസ്ക് ധരിച്ചും
സാനിറ്റൈസ് ചെയ്തും ഒക്കെ അകറ്റി നിർത്താൻ സാധിക്കുന്ന, സാമൂഹ്യ അകലം പാലിച്ചുമൊക്കെ അകറ്റി നിർത്താൻ സാധിക്കുന്ന ഒന്നാണ്. 60 വയസ്സ് കഴിഞ്ഞവരും കൊച്ചുകുട്ടികളും ഒക്കെയാണ് ഇത് കൂടുതൽ വൾണറബിൾ ആകാനുള്ള സാധ്യത. എന്നാൽ കുറേയേറെ ചെറുപ്പക്കാർ ഈ രോഗത്തിന് മരണം സംഭവിക്കുന്ന കാര്യം നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. അതും ഗുരുതരമായിട്ടുള്ള മറ്റ് ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്ന രോഗങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ പോലും ചിലരൊക്കെ തന്നെ ഈ രോഗത്തിന് അടിപ്പെട്ടു പോകാറുണ്ട്. എന്തായിരിക്കാം അതിന് കാരണം? എന്താണ് അതിന് നൽകുന്ന ഒരു വിശദീകരണം അങ്ങേക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ? ഒന്ന്, ആരും വയസ്സിന്റെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹെൽത്തിന്റെ വെച്ചിട്ടോ ആരും എക്സംപ്റ്റഡ് അല്ല. ആര് ഇത് ഇൻഹെയിൽ ചെയ്യുന്നു, ആര് ഈ ഡ്രോപ്ലെറ്റ്, ഈ വൈറസ് ഉള്ള ഡ്രോപ്ലെറ്റ് ഇൻഹെയിൽ ചെയ്യുന്നു, അവർക്കെല്ലാം അസുഖം കിട്ടും. ആ ഇനിഷ്യലി കണ്ടേക്കുന്നതെല്ലാം ആദ്യം കിട്ടിയവർക്കെല്ലാം സീരിയസും കൂടെ ആയിരുന്നു. അപ്പം ഒരു മാസ്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഇൻഹലേഷൻ പ്രൊട്ടക്ഷൻ ആണ് അതിന്റെ ബെസ്റ്റ്. അത് നമ്മൾ ഈ ഗുണം കിട്ടിയതെല്ലാം അതുകൊണ്ടായിരിക്കാനാണ് സാധ്യത. ഡോക്ടർ സതീഷ് കൃഷ്ണൻ പറഞ്ഞ പോലെ ഇപ്പം അതിന്റെ വിറുലൻസ് കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. ഇപ്പം വരുന്ന ആർക്കും വെന്റിലേറ്ററിൽ പോകേണ്ട രീതിയോ അല്ലെങ്കിൽ ന്യൂമോണിയ വരുന്ന രീതിയോ ഒരു കാര്യമായിട്ട് അഡ്മിഷൻ വേണ്ട രീതിയിലോ വരുന്ന ഒരു അസുഖം കാണാറില്ല. ഇപ്പൊ ഈ പോസിറ്റീവായിട്ട് കാണുന്നത് എന്ന് പറയുന്നത് ഇൻസിഡന്റൽ ഫൈൻഡിങ് ആണ്. അത് യൂഷ്വലി ഈ പേഷ്യന്റ് രോഗമായിട്ട് വന്ന് ടെസ്റ്റ് കണ്ടുപിടിച്ചേക്കുന്നതല്ല. മോസ്റ്റായി ഈ ഒരു സ്ക്രീനിങ് ആയിട്ട് ചെയ്യുന്ന പോലെപ്പോ അല്ല, ഇപ്പൊ ഒരു മാസീവായിട്ട് ഗവൺമെന്റ് ഉൾപ്പെടെ ഒരു എപ്പിഡമിക് അല്ല, ഒരു മാസ് സ്കെയിലിൽ സ്ക്രീനിങ് നടക്കുന്നുണ്ട്. അതിൽ വരുന്ന പോസിറ്റീവായിട്ടാണ് ഇപ്പം കാണുന്നത്. അപ്പൊ ഒരു ആകാംക്ഷയ്ക്ക് വഴിയില്ല. ഓക്കെ. എന്തായാലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ചില ആശങ്ക വരുന്നത് അതെങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് ചൂട് കുറഞ്ഞു വരുന്നൊരു സാഹചര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കയ്ക്ക് വകയുണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. അത് ചെറിയൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആയുർവേദത്തിന് എന്തൊക്കെ സംഭാവനകളാണ് നൽകാൻ സാധിക്കുന്നത്, നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഉയർത്തുന്നതിന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ആയുർവേദത്തിൽ നിന്നും ഉള്ളത് എന്ന് നമുക്ക് കേൾക്കാം ഡോക്ടർ ദിവ്യയിൽ നിന്നും. നമസ്കാരം എവ്രിബഡി. ഇപ്പോൾ ഇവിടെ UAE ആയുർവേദം പ്രവർത്തിക്കുന്നത് ട്രഡീഷണൽ കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റ് മെഡിസിൻ എന്നുള്ള വിഭാഗത്തിലാണ്. അപ്പോൾ ദുബായ് ഹെൽത്ത് അതോറിറ്റി നമുക്ക് ലോക്ക്ഡൌണിന് ശേഷം May 11th തൊട്ടാണ് ആയുർവേദിക് ക്ലിനിക്സ് പൂർണ്ണമായും തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി തന്നത്. അപ്പൊ തൊട്ട് ഞാൻ സ്വാസ്ഥ്യ ആയുർവേദ ക്ലിനിക്, ഞാൻ കരാമയിലൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വരുന്ന എൻക്വയറീസ് മുഴുവനും കോവിഡ് പോസിറ്റീവ് ആണ്, ഇനി കൂടുതലും ലക്ഷണങ്ങൾ സിംറ്റംസ് വേഴ്സ് ആവാതിരിക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഇതൊക്കെ ചോദിച്ചിട്ടാണ്. അതായത് ഒരു ന്യൂമോണിയ അല്ലെങ്കിൽ ഒരു ഹൈ ഫീവറിലൊക്കെ പോകുന്ന കേസൊന്നും നമ്മളുടെ ക്ലിനിക്കിലോട്ട് അങ്ങനെ വന്നിട്ടില്ല. തീർച്ചയായിട്ടും അത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. അപ്പൊ പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ആയുർവേദത്തിൽ ഓൾറെഡി നമ്മുടെ പൂർവികന്മാര്, നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ള ഒരുപാട് തത്വങ്ങൾ അതിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, പാൻഡമിക്കിനെ തന്നെ അവര് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജനപദോധ്വംസനീയം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ ചരക സംഹിതയിലാണ് പറയുന്നത്. അതായത് മനുഷ്യന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പാൻഡമിക്സും ഉണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു ഫ്ലഡോ അല്ലെങ്കിൽ സുനാമി പോലത്തെ ഒരു മഹാമാരി, ഒരു പ്രശ്നങ്ങളാവുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥകളും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും COVID-19 എന്ന് പറയുന്നത് മനുഷ്യന്മാര് വിചാരിച്ചാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് അത് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി കിടന്നുറങ്ങുന്ന വരെയുള്ള ഒരു പ്രോപ്പർ ഡെയിലി റെജീം എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളത് ദിനചര്യ എന്നുള്ള ഒരു ചാപ്റ്ററിൽ വളരെ നന്നായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഇന്ന സമയത്ത് എഴുന്നേൽക്കണം, എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം, അതായത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, അതുവഴി നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാതെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഈ COVID-19 തീർച്ചയായിട്ടും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓൾവേസ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ അത് വരാതിരിക്കാൻ തീർച്ചയായിട്ടും WHO നിർദ്ദേശിക്കുന്ന പോലെ മാസ്ക് ഉപയോഗിക്കുക, പിന്നെ ഹാൻഡ് സാനിറ്റൈസേഷൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇതിനൊക്കെ പുറമെ നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്ത് വെക്കുന്നു, അപ്പൊ അതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ കഴിക്കാവുന്ന ഒരുപാട് ആയുർവേദ മരുന്നുകളിൽ കോമൺ ആയിട്ട് കൊടുക്കുന്നത് ചവനപ്രാശ്,
ഇന്ദുകാന്തഘൃതം എന്നിവ ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. പക്ഷെ അത് ഓവർ ദ കൗണ്ടർ ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ അല്ല. നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദിക് ഫിസിഷ്യനെ കണ്ടതിന് ശേഷം മാത്രം പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് വാങ്ങിച്ചു കഴിക്കാവുന്നതാണ്. ബിക്കോസ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡോക്ടർ എബി ആയിട്ട് നമ്മൾ സംസാരിച്ച പോലെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. ഇപ്പൊ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ എങ്ങനെയാണ് ചവനപ്രാശം സേവിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ അത് യൂസ് ചെയ്യാം. സാധാരണ അതിലൊരു ശർക്കരയുടെ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും ആയുർവേദിക് ഫിസിഷ്യനെ കണ്ടതിന് ശേഷം മാത്രം കഴിക്കുക. ബാക്കി ഫോളോ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഡെയിലി റെജീം, പിന്നെ ഒരു ക്ലീൻ ബോഡി ആൻഡ് മൈൻഡ്, പ്രോപ്പർ hours ഓഫ് സ്ലീപ്പ്, പ്രോപ്പർ എക്സസൈസ്, ഒരു ഏരിയേറ്റഡ് പ്രോപ്പർ വെന്റിലേഷൻ ഉള്ള റൂമിൽ താമസിക്കുക. പിന്നെ ഒരു പ്രോപ്പർ റെജീം ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ഹെൽത്തി ഫുഡ് കഴിക്കുക. ലൈക്ക് വിറ്റമിൻ ഡി, വിറ്റമിൻ സി ഇതൊക്കെ അടങ്ങിയിട്ടുള്ള, വിറ്റമിൻ എ ഒക്കെ അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പം ഒരു പരിധി വരെ നമ്മൾ ഒരു പ്രോപ്പർ ഡെയിലി റൂട്ടീൻ ഫോളോ ചെയ്താൽ തന്നെ, ഒരു ബാലൻസ് ഡയറ്റും ഒക്കെ ഫോളോ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നമുക്ക് നല്ല പവർഫുൾ ആക്കി വെക്കാൻ പറ്റും. അപ്പൊ അത് തന്നെ ഒരു വലിയ പ്രതിരോധമാണ് ഈ COVID-19. യെസ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഡോക്ടർ സതീഷ് കൃഷ്ണനിലേക്ക്. ഡോക്ടർ സതീഷ്, ഇതിൻ്റെ വൈറസിൻ്റെ സ്വഭാവം ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ള റിപ്പോർട്ടുകളും നമുക്ക് വായിക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യം കേട്ടത് ഇത് ചൂടുള്ള കാലാവസ്ഥയിൽ നിലനിൽക്കില്ല എന്നും അത് കുറച്ച് വീക്കായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഗൾഫ് മേഖലയ്ക്ക് അതൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ചൂടുള്ള സ്ഥലത്തുമൊക്കെ തന്നെ ഇത് ഒരുപാട് നാശം വിതച്ചു. ഇനിയിപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് അവിടെ ചൂട് കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണ് എന്നും കേൾക്കുന്നുണ്ട്. ഇതിനിടയിലും അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ? ആ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവിടെ ഒരു തണുത്ത മണൽ പൊടിപടലം നിറഞ്ഞൊരു കാറ്റുണ്ടല്ലോ സന്ധ്യ നേരത്തൊക്കെ തന്നെ, അതിൽ നിന്നും പ്രത്യേകിച്ച് മാറി നിൽക്കേണ്ടതൊക്കെ തന്നെയാണ്. എങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് പടർത്തുന്ന ഒരു കാറ്റുണ്ട് അവിടെ. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഒക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതും അതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തണുപ്പിനെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്? അത് പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ, കൂടാതെ തണുത്ത ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കേണ്ടതാണോ നമ്മൾ നമ്മുടെ ശരീരത്തെ കൂടുതൽ പ്രതിരോധശേഷിയുള്ളവയായി വയ്ക്കുവാനായി? ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ പാൻഡമിക് അല്ലെങ്കിൽ ഏത് മഹാമാരി ആണെങ്കിലും അത് നമ്മൾ ഫസ്റ്റ് ടൈം ഫേസ് ചെയ്യുമ്പം നമുക്ക് മെഡിക്കൽ ഫീൽഡിന് തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കും. നമുക്ക് നമ്മളുടെ നോളജ് തന്നെ അത്രയും പര്യാപ്തമല്ല. അപ്പം മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ഈ അസുഖത്തിനെ പഠിച്ച് നമ്മൾ ബാക്കിയുള്ള ലോകത്തിൽ എങ്ങനെ നടത്തി, എന്തൊക്കെ ചെയ്തു എന്നും കൂടെ പഠിച്ച്, so you are better prepared to deal with any disease like a pandemic when we proceed along the course of that pandemic. അപ്പോൾ ഇതില് ആദ്യം വന്ന ആശങ്ക എന്ന് പറഞ്ഞാൽ എല്ലാ സർഫേസിലും ഈ വൈറസ് കാണും, ഈ വൈറസ് എവിടെ നിന്ന് വേണം ചാടി വരാം, നമ്മളെ കയറി പിടിക്കും എന്നൊക്കെ ആയിരുന്നു. അതിനൊരു വിരാമം, അറ്റ്ലീസ്റ്റ് അല്പമായ ഒരു വിരാമമെങ്കിലും കൊടുത്തിട്ടുണ്ട്, WHO തന്നെ കൊടുത്തിട്ടുണ്ട്. സർഫേസിൽ നിന്ന് അത്രയും വരില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, വൈറസ് പിടിക്കുന്നതുകൊണ്ട് സൂക്കേട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. വൈറസ് മേ ബി എസിംപ്റ്റമാറ്റിക്. അത് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വൈറൽ ലോഡ്. നമ്മൾ എത്ര നമ്മളുടെ ശരീരത്തിലേക്ക് പോകുന്നു, അത് റിപ്പീറ്റഡ് ആണോ അല്ലയോ ഒന്നും കൂടെയാണ്. അപ്പൊ വൈറൽ ലോഡ് പോകേണ്ട സർഫേസ് അല്ല, റൂട്ട് എന്ന് പറയുന്നത് വായ, മൂക്ക് ഉള്ള മ്യൂക്കസ് മെംബ്രെയിൻ വഴി ലങ്സിലേക്ക് പോവുക, അല്ലെങ്കിൽ കണ്ണിന്റെ പുറത്തു നിന്നുള്ള സർഫേസ് വഴി ശരീരത്തിൽ കയറുക. ഇത് മാത്രമേ ഉള്ളൂ നമ്മളുടെ എക്സ്പോസ്ഡ് ഏരിയാസ്. ബാക്കിയുള്ള പിന്നെ കയ്യിൽ വന്നാൽ, കയ്യിൽ കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ 3 സോഴ്സിലെ സ്ഥലത്ത് കൂടെയാണ് ഇത് കയറാൻ പോകുന്നത്. പിന്നെ അടുത്ത പ്രശ്നം വരുന്നത്, what happens to when you get other infections? Other viral infections common ആണ്. ഏത് വൈറൽ ഇൻഫെക്ഷനോ അല്ലെ ഏത് ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വന്നാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. അപ്പം ഈ രോഗം വന്നാലും അതിന്റെ വ്യാപനം അല്ലെങ്കിൽ അതിന്റെ ഹാനികരമായ എഫക്റ്റ് ബോഡിയിൽ ഡെഫിനറ്റ്ലി കൂടുതലായിരിക്കും. ബിക്കോസ് നമ്മളുടെ ഓൾറെഡി ഒരു അസുഖം കൊണ്ട് നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുകയാണ്. അപ്പം ഏത് ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള ഈ വൈറസും അതിന്റെ ഫുൾ പൂർണ്ണതയിൽ കാണിക്കും.
പിന്നെ തണുത്ത സാധനങ്ങൾ കുടിക്കണോ വേണ്ടയോ അല്ലെ കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ബേസിക്കലി തണുത്ത സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളുടെ ത്രോട്ടില് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് വരാം. ആൻഡ് ദോസ് ഇൻഫെക്ഷൻസ് ക്യാൻ ലീഡ് ടു an increased risk of getting this pandemic also. അങ്ങനെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന എന്ത് കാര്യവും നമ്മൾ ചെയ്യരുത്. ഇമ്മ്യൂണിറ്റി നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ മഹാമാരിയെ പ്രിവെന്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി നോക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വരുന്ന ഈ തണുപ്പ് കാലത്തെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ നേരിടണം അല്ലേ? ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഫോർ ഷുവർ തണുപ്പ് കാലത്ത് നമ്മൾ ജാഗ്രതയോട് നേരിടണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ വളരെ കോമൺ ആണ്. ആൻഡ് സ്പെഷ്യലി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കോമൺ ആണ്. അത് ബാക്ടീരിയൽ ആയാലും വൈറൽ ആയാലും. പിന്നെ പൊടിക്കാറ്റിൽ പോയാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എൻ അലർജിക് സോർട്ട് ഓഫ് എൻ ഇൻഫ്ലമേഷൻ. ആ ഇൻഫ്ലമേഷനിൽ വരുന്ന പ്രശ്നം കൊണ്ട് നമുക്ക് പിന്നെയും ഈ ഇൻഫെക്ഷൻ പിടിക്കരുതെന്നില്ല. യു ഡെഫിനറ്റ്ലി നീഡ് ടു ടേക്ക് കെയർ മോർ ഇൻ ദ വിന്റർ മന്ത്സ് ഡെഫിനറ്റ്ലി. തീർച്ചയായിട്ടും. എന്തായാലും മറ്റൊന്ന് ഡോക്ടർ എബിയിലേക്ക് പോകാം നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം. അതിനുശേഷം അദ്ദേഹം നമ്മളോട് പറയും എന്തായിരുന്നു അദ്ദേഹത്തിന് ഈ കൊറോണ എന്ന മഹാമാരി ബാധിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം, ഏത് രീതിയിലാണ് അതിനെ അതിജീവിച്ചത്, മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന്. ഡോക്ടർ എബി, അങ്ങേക്ക് ചിലപ്പോൾ രോഗികളിൽ നിന്നായിരിക്കുമോ വന്നത്, അതോ എവിടെ നിന്നാണ് കിട്ടിയത് എന്നറിയാത്തൊരു കേസായിരുന്നോ? എന്തായിരുന്നു അത് അറിഞ്ഞതിന് ശേഷമുള്ള ഓരോ നീക്കവും? ഏത് രീതിയിലാണ് മരുന്നുകൾ അല്ലെങ്കിൽ ഭക്ഷണക്രമം എങ്ങനെയായിരുന്നു? എത്ര ദിവസം വേണ്ടി വന്നു തിരികെ എത്താൻ? എനിക്ക് അസുഖം വന്നത് മെയ് മാസമാണ്. അപ്പം മെയ്യിലൊക്കെ ഇതിന്റെ വളരെ മൂർച്ചയുള്ള സമയമാണ്. അപ്പം ഞങ്ങളുടെ ക്ലിനിക്കിലെ ഒരു പ്രൈമറി കെയർ ക്ലിനിക് ആയതുകൊണ്ട് എല്ലാ ദിവസവും പനിക്കാർ വരും. ഞാൻ നേരിട്ട് കൊറോണ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. അന്ന് ഫുൾ PPEയും ആന്റിബയോട്ടിക്കും വൈറ്റമിനും ഹൈഡ്രോക്സിക്ലോറോക്വിനും ഇങ്ങനെ എല്ലാം എടുത്തുകൊണ്ടിരുന്ന സമയമാണ്. ഞങ്ങളുടെ ആസ്ട്രോ തന്നെ ഞങ്ങൾക്ക് ഹൈഡ്രോക്സിക്ലോറോക്വിൻ അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു കഴിക്കാൻ. അപ്പം we were doing everything that we could think of to keep ourselves safe, but somehow I got it anyway. I think from the patients only, for sure, because അന്നൊക്കെ നമ്മളെ ലോക്ക്ഡൌണിന്റെ സമയമാണ്. ക്ലിനിക്കിൽ പോവാ വീട്ടിൽ വരിക, ക്ലിനിക്കിൽ പോവാ വീട്ടിൽ വരിക ഉള്ളായിരുന്നു. വേറെ വെളിയിലൊന്നും പോകുന്നില്ലായിരുന്നു. അപ്പം മോസ്റ്റ്ലി കോൺടാക്ട് ഇസ് ഫ്രം ദ പേഷ്യൻസ്. അപ്പൊ ഇഷ്ടംപോലെ പേഷ്യൻസ് ആ സമയത്ത് പോസിറ്റീവായിട്ട് വരുന്ന സമയമായിരുന്നു. എനിവേ പനിയായിരുന്നു എൻ്റെ തുടക്കത്തിലെ സിംറ്റം. പിന്നെ ഭയങ്കര ക്ഷീണം, വിശപ്പില്ലായ്മ, ചെറിയ രീതിയിൽ ശ്വാസം മുട്ടല്. അപ്പം ബിക്കോസ് ഐ ഹാഡ് എ ഫാമിലി ഹിയർ, ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്യാവുന്ന ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ they checked my X-ray. I had not got the positive COVID test by then, because അന്നൊക്കെ COVID results would take about a few days, 3 days, 4 days, 5 days, 1 week ഒക്കെ എടുത്ത സമയങ്ങളുണ്ട് ഞങ്ങളുടെ ക്ലിനിക്കിൽ. അപ്പം we couldn't get it as fast as now. Now we get it within a day. അന്നൊക്കെ it used to take a couple of days. അപ്പം I didn't have the positive report, but എൻ്റെ X-ray കണ്ടപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു this is most likely COVID infection with associated pneumonia. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസമാണ് റിസൾട്ട് വന്ന പോസിറ്റീവ് ആണ്. സോ ഇനീഷ്യലി ഫസ്റ്റ് 3 days I was sick, meaning I had fever and loose stools and lack of appetite and the saturation, the oxygen level, ഇങ്ങനെ സാച്ചുറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ചെക്ക് ചെയ്യും. അപ്പം ഓക്സിജൻ ലെവൽ വാസ് ലോ, അറൌണ്ട് 95%. അപ്പം 99 to 97% is good, 98% is also good. 95 and less is considered worrying. 90 and less is considered even more worrying. അപ്പം 90ക്ക് താഴെയൊക്കെ 85 ഒക്കെ എത്തിയാൽ they will think about keeping you in the ICU and on ventilator support to give you more breathing aid. Anyway, I didn't need that. I was in the room. I was in Aster Hospital in this case. And first 3-4 days was difficult. I was given a medicine called Favipiravir. It's an experimental drug. It is not meant for corona as such. It is an antiviral drug. Antibiotics also were given to me just to cover if there is any other respiratory bacterial infection. Appo idokku oru cover up in a paracetamol was given, and I was given multivitamins. And the doctor said, let's hope for the best. And that's what we say to the patients even now. Let's hope for the best.
And thankfully, the statistics is that only less than 1 to 2% have complications which lead to death. The majority have problems, but they do not require hospitalization. And those who require hospitalization also, the majority survive. So our vishwasathil nammal ee marunalokku eduthannu after about 5 days later, I was pretty okay. Then I was just kept in the hospital for another 2 weeks because that was the rule of the at that time. After 2 weeks, I was sent home and told to get a negative COVID test before going to the clinic, before joining work again. So a total of 3 weeks I was out of work. എന്നാലും ഈ രോഗികളെ പരിശോധിക്കുമ്പോഴെല്ലാം PPE കിറ്റുകൾ ഉണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? എല്ലാവരും കമ്പൽസറി ഞങ്ങളുടെ ക്ലിനിക്കിലുള്ള എല്ലാവരും, ഇൻക്ലൂഡിംഗ് ദ നോൺ clinical staff, the cleaning staff, everyone was wearing PPE. So how much of help that does, we are really not sure. See, the thing is, we are removing the PPE kit in the clinic and then we are walking out of the clinic. We are not going into the car with the PPE clinic and with the PPE kit. വീട്ടിൽ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കുളിക്കാനൊക്കെ പോയെങ്കിലും there is a chance of getting contaminated in between these procedures. We are coming to the clinic in one dress, changing to the PPE. But the virus does not have any rules that ഞാൻ PPE കിറ്റ് കഴിഞ്ഞിട്ട് ഈ റൂമിലോട്ട് കയറത്തുള്ളൂ. അങ്ങനൊന്നും ഇല്ലല്ലോ. Virus is floating around on all the surfaces. In a clinic, you know, patients come and sit, patients come and touch the door, patients sneeze, cough, all sorts of things happen. So the air is, we were sanitizing the clinic as much as we could. We were sterilizing every night with special contracts of sanitizing company. All of this we were doing. Still, me and another doctor also got it at the same time. And a couple of nurses also got it at the same time. So in a healthcare facility, we have to take extra precautions. But as a lay person, the precautions that you can take is to stay away from all this as much as possible. We have in our clinic teleconsultation facility. So many patients call me up, engana marunu kittannu nammal teleconsultation vadi we send the medicine to their house so that they don't need to come to the clinic. Some sort of help. We are trying to follow the guidelines here. The guidelines says strictly stay at home as much as you can. And so coming to a place like a clinic is a high risk thing. But I was there in the hospital for 2 weeks. I was given favipiravir and steroids, which are now known to help. But none of these medicines are really a guarantee. Okay, in a trial and error, we are still learning. The virus is a new virus, so it takes years to learn these things. We are still learning, and there are guidelines which keep changing. And until we get a vaccine, for sure, we will not be, in a position to say we won the fight. But we are still in the process. And the thing that we can do is to follow those guidelines of staying safe and staying away and maintaining distance and mask and cough, respiratory health maintain ചെയ്യാനായിട്ട് കാര്യങ്ങൾ ചെയ്യുക. I'm sure Dr. Divya പറഞ്ഞ പോലെ multi-nutrient medications and multi-nutrient efforts will help in improving our immunity. And let's hope for the best. യെസ്, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നേരത്തെ തന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാ ഡോക്ടേഴ്സും പറയുന്നു നന്നായി മെഡിക്കേഷൻ എടുക്കുന്നു, അതിനുശേഷം ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മളെല്ലാവരും പറയുന്നുള്ളൂ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പറയുന്ന ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഡോക്ടേഴ്സിൻ്റെ മുന്നിൽ. അപ്പോൾ ഈ ലോകത്തോടും ഇപ്പോൾ നമുക്ക് പറയുന്നത് അത് തന്നെയാണ്, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ലതിനായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.